പിന്നെ ഫുഡുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് ഏതാ ഇഷ്ടം? ഫ്രൈഡ് റൈസ്. അനക്കോ? മന്തി. മന്തി ഇഷ്ടമുള്ളൊരു കൈയൊക്കെയാണ്. ഇതേതാ മാസം എന്നറിയോ? മുഹറം മാസം അല്ലെ. ഈ മാസത്തിൽ ഒരു പവിത്രതയുള്ള ഒരു ദിവസമുണ്ട്, 2 ദിവസങ്ങളുണ്ട്. ഏതൊക്കെ പറയാൻ പറ്റുമോ? മുഹറം 9ഉം 10ഉം. ഈ മുഹറം 10-ന് അന്ന്, മുഹറം 9-ന് നോമ്പുണ്ടാവുമല്ലോ, ആ നോമ്പ് പെരിയിൽ ഉഷാറാക്കാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്, ഇഷ്ടപ്പെട്ട വിഭവം, ഭക്ഷണം വീട്ടുകാരോട് ഉണ്ടാക്കി തരാൻ പറയാം. അങ്ങനെ ഉമ്മാനോട് അലുപ്പാനോട് പറയാം. അങ്ങനെ നിങ്ങളെ വീട്ടില് സന്തോഷം നിറഞ്ഞൊരു ദിനാണ് മുഹറം 10-ന് അന്ന്. അഥവാ 9-ന് നോമ്പറന്ന് പിന്നെ 10-ലേക്ക് കടന്നല്ലോ മഗ്‌രിബോടുകൂടി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ വീട്ടിൽ ആ വർഷം മുഴുവനും അള്ളാഹു സന്തോഷം നിറക്കുന്നു. എന്താണ്? ഉപ്പാക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കുക, നല്ല ഫ്രൂട്ട്, നല്ല ഐസ്ക്രീമൊക്കെ ഇഷ്ടമല്ലേ അജിനാസു? അതൊക്കെ. പിന്നെ മുഹറം 9-നും 10-നും നോമ്പ് നോക്കണം. അതും ഭയങ്കര കൂടിയ. മുഹറം 10-ന്റെ നോമ്പ് ഒരിക്കലും എന്താവരുത്, ഒഴിവാക്കരുത്. 70 ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത കൂലിയാണ്. 60 വർഷം നോമ്പ് നോക്കുകയും നിന്ന് നിസ്കരിക്കുകയും ചെയ്ത കൂലിയാണ്. ഏതിന്? മുഹറം 10-ന്റെ നോമ്പിന്. അല്ലാഹ് മാത്രമല്ല, ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. പിന്നെ അന്ന് തന്നെ നമ്മുടെ അനുജന്മാരില്ല, എൻ്റെ അഞ്ചനൊക്കെ, അതുപോലെ തന്നെ ജ്യേഷ്ഠന്, അനിയന്, അനിയത്തിക്കൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പൈസ ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് സ്വതക്ക കിട്ടിയത്, അത് നിങ്ങളെന്താവുക, സ്വതക്ക കൊടുക്കുക. നിങ്ങളെ സ്വമേധ സ്വതക്ക എടുക്കുക. അങ്ങനെ സ്വതക്ക ചെയ്താൽ ഒരു വർഷം സ്വതക്ക ചെയ്ത് കൂടിയിട്ടു. പിന്നെ അന്നത്തെ ദിവസം ഒരു 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് ചൊല്ലിക്കണി. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങേറിൽ നിന്നും അള്ളാഹു ആ വർഷം സംരക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നിങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷം നിറഞ്ഞ വിഭവങ്ങൾ മുഹറം 10-ന്റെ അന്ന്, 9 അസ്തമിച്ച പിന്നെ 10 അന്ന് നിങ്ങളുടെ വീട്ടുകാർ സന്തോഷിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം. ഈ നേട്ടം അനുഭവിച്ചറിഞ്ഞ മഹാന്മാരുണ്ട്. 50 വർഷം ഇത് പരീക്ഷിച്ചു. അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസ് ഇങ്ങനെ ഉണ്ടല്ലോ. മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ട്. മൂപ്പരത് പരീക്ഷിച്ചു 50 വർഷം. മൂപ്പര് പറയാണ്, എന്റെ ഓരോ വർഷത്തിൽ എനിക്കത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ ഈ കർമ്മം എന്ത് ചെയ്യുക? ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.